മനുഷ്യ ജീവിതത്തിൽ പ്രയത്നിക്കാതെ നമുക്ക് യാതൊന്നും നേടുവാൻ സാധ്യമല്ല. ചില സ്ഥാനങ്ങളിൽ അധ്വാനവും ചില മേഖലകളിൽ കഠിനാധ്വാനവും നമുക്ക് അനിവാര്യമാണ്. എന്നാൽ പലരും അവരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം പെട്ടെന്ന് കാണാത്തത് കൊണ്ട് അവർ പകുതി വഴിയിൽ വെച്ച് തന്നെ അവരുടെ അധ്വാനങ്ങൾ നിർത്തി അവർ പരാജിതരായി മടങ്ങിപ്പോകും. അത് ശരിയായ ഒരു പ്രവണതയല്ല. പരാജയങ്ങൾ സംഭവിക്കാത്ത മനുഷ്യനില്ല, തോൽക്കാത്ത മനുഷ്യരുമില്ല. ജയിച്ചവരെല്ലാം തോറ്റിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് നമ്മുടെ അധ്വാനത്തിന് ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. അതുകൊണ്ട് തളർന്നു പോകാതെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നം നമുക്ക് തുടരാം. ഒരിക്കൽ ഒരു ധ്യാനഗുരു തന്റെ യാത്രയ്ക്ക് ഇടയിൽ ഒരാളിൽ നിന്ന് കിണർ കുഴിക്കുന്നത് കണ്ടു. ഗുരു ശ്രദ്ധിച്ചപ്പോൾ പലയിടങ്ങളിലായി ഒട്ടേറെ കുഴികൾ ആ ഗുരു കാണുകയാണ്. ഗുരു ആ കൃഷിക്കാരനോട് ചോദിച്ചു, എന്തിനാണ് ഇത്രയും ചെറിയ ചെറിയ കുഴികൾ താങ്കൾ എടുക്കുന്നത്? അയാൾ പറഞ്ഞു, എല്ലാം ഞാൻ കിണറിനായി കുഴിച്ചതാ. ഓരോ കുഴിയെടുക്കും തോറും പെട്ടെന്ന് വെള്ളം കിട്ടാത്തത് കൊണ്ട് അടുത്തത് ഞാൻ കുഴിക്കും. അതിലും വെള്ളം കിട്ടാതെ വരുമ്പോൾ വീണ്ടും ഒരെണ്ണം കൂടി കുഴിക്കും. കുറെ കുഴികൾ കുത്തിയെങ്കിലും എനിക്ക് വെള്ളം കിട്ടിയില്ല. തുടർന്ന് ഗുരു ഇങ്ങനെ പറഞ്ഞു, ഇത്രയും കുഴികൾക്കായി ചെലവഴിച്ച സമയവും പ്രയത്നവും ഒരു കുഴിക്ക് വേണ്ടി താങ്കൾ ഉപയോഗിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം കിണറ്റിൽ കിട്ടുമായിരുന്നു. സുഹൃത്തെ, കുഴിയല്ല കിണർ. ആഴം കൊണ്ടും അർത്ഥം കൊണ്ടും പല കുഴികൾ കൊണ്ട് കിണർ ഉണ്ടാകുകയില്ല ഒരിക്കലും. ഒരു കുഴിയുടെ താഴ്ചയെയും അവിടെ നിന്ന് പുറപ്പെടുന്ന ഉറവയെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് കിണർ എന്നുള്ളത്. ഉറവയുണ്ടാകുന്നത് മണ്ണിനടിയിലല്ല, മണ്ണിന്റെ ആഴങ്ങളിലാണ്. അത്രയും താഴെ പോകണം വെള്ളം കിട്ടുവാൻ. പകുതി വഴിയിൽ അവസാനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമുക്ക് പ്രയോജനം ചെയ്യില്ല. തുടക്കം പോലെ പ്രധാനമാണ് ഒടുക്കവും. തുടങ്ങിയ പല കാര്യങ്ങളും പൂർത്തീകരിക്കാനാവാത്തതും അവസാനിപ്പിക്കാൻ അറിയാത്തതുമാണ് പലരുടെയും പ്രശ്നമെന്ന് പറയുന്നത്. അങ്ങനെയായാൽ ഒരു കുഴിയും കിണറാകാതെ പല കുഴികൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു പ്രവൃത്തിയും പകുതി വഴിയിൽ നിർത്താതെ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാനാകുന്നതാണ് ജീവിതത്തിലെ അർപ്പിത ബോധം എന്ന് പറയുന്നത്. ലക്ഷ്യബോധത്തോടു കൂടിയുള്ള അത്യധ്വാനം. പരാജയങ്ങളിൽ എത്തിച്ചേർന്നിട്ടും മുമ്പോട്ട് തന്നെ യാത്ര ചെയ്ത് വിജയപഥത്തിലെത്തിയ എത്രയോ പേർ നമുക്ക് മുൻപിലുണ്ട്. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, വേലയിൽ മടിയൻ മുടിയന്റെ സഹോദരൻ. അതുകൊണ്ട് നമ്മുടെ വേലയും നമ്മുടെ അധ്വാനവും പകുതി വഴിയിൽ വെച്ച് അവസാനിപ്പിച്ച് നമ്മുടെ പ്രയത്നം നിർത്താതെ നമ്മുടെ അധ്വാനം വീണ്ടും കഠിനമാക്കിക്കൊണ്ട് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കയറുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ല ഒരു ശുഭദിനം കൂടി ഞാൻ നേരുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു ഓൾ.